അജപാലനത്തിൻ്റെ ആത്മനിറവിൽ ബലിയർപ്പണത്തിൻ്റെ 25 സംവത്സരങ്ങൾ, ആത്മസമർപ്പണത്തിൻ്റെ 1/4 നൂറ്റാണ്ട്, തൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള തമ്പുരാന്റെ വിളി നെഞ്ചേറ്റി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച ബാബു അപ്പാടനച്ചൻ 25 വർഷത്തിനിടെ നിരവധി ദേവാലയങ്ങൾ, നിരവധി വിശ്വാസികൾ, ദൈവാനുഭവങ്ങളുടെ അതിതീക്ഷ്ണമായ തൊട്ടറിവുകൾ, പൗരോഹിത്യത്തിൻ്റെ പ്രൗഢമായ 1/4 നൂറ്റാണ്ട്. പൗരോഹിത്യ രജത ജൂബിലി ആഘോഷ സമാപന വേളയിൽ ബഹുമാനപ്പെട്ട ബാബു അപ്പാടനച്ചൻ്റെ ജീവിതയാത്രയുടെ നാൾവഴികളിലൂടെ ഒരു തിരനോട്ടം. ചിന്നറോമ എന്നറിയപ്പെടുന്ന ഒല്ലൂർ സെന്റ് ആന്റണീസ് ഇടവകയിൽ തട്ടിൽ അപ്പാടൻ പോൾ റോസ ദമ്പതികളുടെ 9ാമത്തെ മകനായി 1970 ജനുവരി 19 ജനനം. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനയാത്ര ആരംഭിച്ചത് ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ നിന്നായിരുന്നു. സ്കൂൾ പഠനകാലത്ത് അസാമാന്യമായ പാടവം നിലനിർത്തിയ അദ്ദേഹത്തിന് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ കൈകളിലേന്തുവാനുള്ള ആഗ്രഹം തൻ്റെ മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവം അവർ ആഗ്രഹത്തിന് മറുപടി നൽകി. അങ്ങനെ സെമിനാരി പഠനകാലഘട്ടം ആരംഭിച്ചു. തൃശൂർ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും തുടർന്ന് ആലുവ കാർമൽഗിരി സെമിനാരിയിൽ ഫിലോസഫിയും, മംഗലാപുരം സെന്റ് ജോസഫ് സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും നടത്തി. ദിവംഗതനായ അഭിവന്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരവും അനുസരണയും നിശ്ചയദാർഢ്യവുമുള്ള സെമിനാരി പഠനകാലഘട്ടം പൂർത്തിയാക്കി. 1999 ഡിസംബർ 30 മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൽ നിന്നും മരിയാപുരം സെയിന്റ് ജോൺ ബോസ്കോ ഇടവകയിൽ വെച്ച് പൗരോഹിത്യ സ്വീകരണവും നടന്നു. അങ്ങനെ കാസയും പീലാസയും കൈകളിലേന്തുന്ന നിത്യപുരോഹിതനായ ഈശോയുടെ ഗണത്തിലേക്ക് ബാബു അപ്പാടനച്ചൻ ഉയർത്തപ്പെട്ടു. പുത്തൻപീടിക, അമ്മാടം, മുള്ളൂർക്കര, ലൂർദ് എന്നീ പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം അനുഷ്ഠിച്ചു. ഉപരിപഠനത്തിനായി ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും ഹോസ്പിറ്റൽ കെയർ അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി. തുടർന്ന് 2004 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ പ്രശസ്തമായ ബെൽജിയം കാത്തലിക് ലുവേൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ വിലമതിക്കാനാവാത്തതാണ്. 2007 മുതൽ 2012 വരെ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ അതിരൂപതയിൽ സീറോ മലബാർ കോർഡിനേറ്ററായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. വിദേശ രാജ്യങ്ങളിലെ ശുശ്രൂഷകൾക്ക് താൽക്കാലികമായി വിരാമമിട്ട് കാവീട്, പുതുരുത്തി, മുള്ളൂർക്കര, വലപ്പാട്, തൃപ്പയാർ സെന്റ് ജൂഡ് എന്നീ ദേവാലയങ്ങളിൽ വികാരിയായി സേവനം ചെയ്തു. 2024 ഫെബ്രുവരി 7 മുതൽ മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാത ഇടവകയിൽ വികാരിയായി ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നു. ബാബു അപ്പാടനച്ചൻ പൗരോഹിത്യം സ്വീകരിച്ചതിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. അച്ഛനിപ്പം മുണ്ടൂര് കർമ്മലമാതാവിൻ്റെ പള്ളിയിലെ വികാരി അച്ഛനാണ്. അച്ഛൻ്റെ ജൂബിലി സാഘോഷം കൊണ്ടാടുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അച്ഛനെ ഞാൻ
വൈദികനാകുന്നതിന് മുൻപേ അറിയുന്നു. അച്ഛൻ പരിശീലനം പൂർത്തിയാക്കി വൈദികനായി നല്ല നിലയിൽ എല്ലായിടത്തും അച്ഛൻ പ്രവർത്തിച്ചു. ഡിസംബർ 30 ഇടവക ദിനത്തിൽ പ്രത്യേകമായി ഇടവക വികാരി ബഹുമാനപ്പെട്ട ബാബു അപ്പാടനച്ഛന്റെ പൗരോഹിത്യ രജത ജൂബിലി കൂടി ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവിധ ആശംസകളും ജൂബിലി മംഗളങ്ങളും നേരുന്നു. ദൈവം മുണ്ടൂർ ഇടവകയെ, ഇടവയിലെ വികാരിയച്ഛനെ, കൊച്ചച്ഛനെ, കൈക്കാരന്മാരെ, ഇടവയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാവരെയും, ഇടവയിലെ എല്ലാ അംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഈ സൗഹാർദ്ദം, അതായത് ജാതി മതം നോക്കാതെ ഞങ്ങൾ ഒന്നിച്ചു പോകത്തക്കവണ്ണം കൊണ്ടുപോവാൻ ഇങ്ങനെയുള്ള അച്ഛന്മാരെ, പ്രത്യേകിച്ചും ബാബു അച്ഛൻ്റെ ആ സാമീപ്യവും ആ വാക്ചാതുര്യവും, അതാണ് ഈ ജനങ്ങളെ എല്ലാം ഒന്നിച്ചാക്കുന്നത്, ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. ആരെ ക്ഷണിച്ചാലും ആരെ വിളിച്ചാലും അദ്ദേഹം വിളിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സ്വരമാധുരി കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഉറപ്പായിട്ടും ചെല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. To be saved is God's blessing. Israel was blessed by God through Jesus. Kerala was blessed by God with St. Thomas. Likewise, Liverpool Kerala Catholic Community was blessed in 2008 with services from Reverend Father Babu Appadan. In his 7 years with Archdiocese, he had transformed Liverpool into a major religious community. പൂരങ്ങളുടെ നാട്ടിൽ നിന്നും ഫുട്ബോളിന്റെ നാട്ടിലേക്ക് ചേക്കേറിയ അച്ഛന് പള്ളിപ്പെരുന്നാളിന്റെ കാര്യത്തിലും പന്തുകളിയുടെ കാര്യത്തിലും എന്നും ആവേശത്തോടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛന്റെ കഴിവുകൾ എന്നും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. UK ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗ്രാൻഡ് പള്ളിപ്പെരുന്നാളുകൾ, UK പലയിടങ്ങളിൽ ധ്യാനങ്ങൾ, നാട്ടിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരെ കൊണ്ടുവരാനും ഇവിടത്തെ ആത്മീയ വളർച്ച എടുത്തു കാണിക്കാനും അച്ഛൻ എന്നും ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. Now, as our dear father Babu Appadan approaches his silver jubilee, our hearts go out wishing him on this milestone and strength to continue even stronger in Christ's way. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബു അച്ഛന് ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഫാദർ ഡെമിൻ തറയിൽ ഏങ്ങണ്ടിയൂര് MI ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ്. ബാബുച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഞാൻ ഒളരിക്കര ഇടവക്കാരനാണ്. ഞങ്ങൾ സെമിനാരിക്കാരായിട്ട് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കൊച്ചച്ഛനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ബാബുച്ചനെയാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹം യുവാക്കളുടെ ഒരു ഹരമായിരുന്നു ആ ഒളരിക്കര ഇടവകയിൽ. ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് പള്ളിയുമായിട്ട് ഒക്കെ അല്പം അകന്നു നിന്നിരുന്ന യുവാക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒളരിയിൽ യുവാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സെമിനാരിക്കാരായിട്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങളോടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യുവാക്കളോടും വളരെ സ്നേഹത്തോടെയും താല്പര്യത്തോടെയൊക്കെയാണ് അച്ഛൻ പെരുമാറിയിട്ടുള്ളത്. അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അതാണ് എനിക്കുള്ളത്. ബാബു അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ബോയ്സങ്ങളായിരുന്നെങ്കിലും ഈ ഇടവയ്ക്ക് വേണ്ടി അത്രയധികം ത്യാഗം ചെയ്തിട്ടുണ്ടും നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു. ഈ മുഖവാരം അങ്ങോരുടെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് കൊണ്ട് ഈ മുഖവാരം ഇന്നും അത് സ്മരിക്കുന്ന ഒരു ഓർമ്മയിലാണ്. അച്ഛൻ നമ്മൾ പിന്നെ മുസ്ലിം സഹോദരന്മാരെ ഏറ്റവും അടുപ്പത്തിലും ഇതിലും പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അച്ഛനാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും കടപ്പാടുണ്ട്. അപ്പോൾ അച്ഛനെ പറ്റി നമ്മൾ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞങ്ങളുടെ സ്വന്തം ബാബു അച്ഛന് ജൂബിലി സമാപനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. മുള്ളൂർക്കര ഇടവക്കാർക്കും മുള്ളൂർക്കരക്കാർക്കും എന്നും ഒരു ആവേശമായിരുന്നു ബാബു അച്ഛൻ. മതസൗഹാർദ്ദം വളർത്തുവാൻ എന്നും മുൻനിരയിൽ ബാബു അച്ഛൻ ഉണ്ടായിരുന്നു. നാനാജാതി മതസ്ഥരുടെ ഇടയിൽ സന്തോഷമായാലും ദുഃഖമായാലും കൂടെ ചേർത്ത് പിടിക്കുവാൻ എന്നും ബാബു അച്ഛൻ ഉണ്ടായിരുന്നു. യുവജനങ്ങളെ സംബന്ധിച്ച് ഇടവകയിലായാലും മുള്ളൂർക്കര പഞ്ചായത്തിലെ യുവജനങ്ങളുടെ എന്തൊരു പരിപാടിയായാലും കൂടെ ഉണ്ടായിട്ടുണ്ട് ബാബു അച്ഛൻ. അവരോടൊപ്പം ആയിരിക്കുവാൻ ബാബു അച്ഛൻ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട്. യുവജനങ്ങളുടെ പേരിലും മുള്ളൂർക്കര ഇടവകയുടെ പേരിലും മുള്ളൂർക്കര ഗ്രാമത്തിന്റെ പേരിലും ഏറെ സ്നേഹത്തോടെ ഈ ജൂബിലി സമാപനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. അത് ബഹുമാനപ്പെട്ട ബാബച്ചൻ ഇവിടെ വികാരിയായി ചാർജ് എടുക്കുന്നത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. വികാരിയായി ചാർജ് എടുത്ത് ഒരു മാസത്തിന് ശേഷം ലോകം മുഴുവനെ വിറപ്പിച്ചുകൊണ്ടുള്ള കോവിഡിൻ്റെ വരവായി. കോവിഡിൻ്റെ വരവിന് അത് നമുക്കറിയാമല്ലോ,
ലോക്ക്ഡൗൺ ആയ സമയത്ത് അദ്ദേഹം കൃഷിപ്പണിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. നമ്മുടെ വലപ്പാട് പള്ളിയുടെ കീഴിലുള്ള 55-60 സെൻറ്റ് സ്ഥലത്ത് തീരപ്രദേശത്ത് ആദ്യമായിട്ട്, നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, തീരപ്രദേശത്ത് ആദ്യമായിട്ട് ഈ മണപ്പുറത്തിൻ്റെ പഞ്ചാറ് മണലിൽ ചോളക്കൃഷി വിളയിച്ച് ഒരുപാട് ചോളക്കൃഷി ഉണ്ടാവുകയും ചോളം, കരിമ്പ്, കൂർക്ക എന്നിവയൊക്കെ വിളയിച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയിരുന്നു. ബഹുമാനപ്പെട്ട ബാബച്ചൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പള്ളിയുടെ ചുറ്റും മാവുകൾ വെച്ചിരുന്നു. മാവുകൾ, ആയുർജാക്കുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിങ്ങൾക്കിപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. വലപ്പാട് ഇടവകയുടെ ഓരോ കുടുംബത്തിലും സജീവ സാന്നിധ്യമായിരുന്നു ബഹുമാനപ്പെട്ട ബാബുച്ചൻ. ബഹുമാനപ്പെട്ട ബാബുച്ചൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രിയങ്കരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ബാബുച്ചനെ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിച്ചിരുന്നു. നാട്ടിക മണപ്പുറത്ത് തന്നെ ഏറ്റവും പഴക്കം ചേർന്ന അക്ഷരമുത്തശ്ശിയായ സെൻറ്റ് സെബാസ്റ്റ്യൻസ് RCLP സ്കൂൾ വളരെ പ്രായാധിക്യം മൂലം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം ബഹുമാനപ്പെട്ട ബാബു പഠനച്ചൻ്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച പുതിയ വിദ്യാലയമാണ് നിങ്ങൾ ഈ കാണുന്ന ദേവാലയം മനോഹരമായി പണികൾ പൂർത്തിയാക്കാൻ മുൻകൈയിട്ടിറങ്ങുകയും ഇടവക ജനത്തോടൊപ്പം ചേർന്ന് ഉറക്കമുളച്ച് അതിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി മനോഹരമായ ദേവാലയം നിർമ്മിക്കാനായിട്ട് മുൻകൈയെടുത്ത് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ബാബു അപ്പാടനച്ചനാണ്. പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെയും വലപ്പാട് ഇടവക സമൂഹത്തിൻ്റെയും ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വികാരി ബഹുമാനപ്പെട്ട ജെൻസ് തട്ടിലച്ചൻ്റെയും പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു അച്ഛൻ, എമേഴ്സിങ് പേഴ്സണാലിറ്റി, ആരെയും നോവിക്കാതെ യേശുവിൻ്റെ ആ വലിയ ചൈതന്യം, ഇടയന്മാർ ആടുകളെ ഏറ്റവും സ്നേഹത്തോട് നോക്കുന്ന ഒരു മനോഭാവം. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ ബാച്ച് ഗ്യാതറിംഗ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ വളരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നൊരു വൈദികൻ. ഏറ്റവും നല്ല ഗുണങ്ങളാണത്, യേശുവിൻ്റെ മനോഭാവങ്ങളാണ്. തിരുവചനം പറയുന്ന പോലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുണ്ടൂർ ഇടവകയിൽ ഇപ്പോഴത്തെ വികാരിയായിട്ടുള്ള ബാബു അപ്പാടനച്ചന് ഒത്തിരി നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ നന്മകൾ ഇനിയും കുറേ വ്യക്തികൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ. ഇനിയും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം വഴി അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാദർ ചാക്കോ ചിറമ്മൽ, പ്രിൻസിപ്പൽ, മഹാജൂബിലി ട്രെയിനിങ് കോളേജ്, മുണ്ടൂർക്കര. പൗരോഹിത്യത്തിൻ്റെ രജതജൂബിലി ആഘോഷിക്കുന്ന ബാബു അപ്പാടനച്ചൻ ആദ്യമേ തന്നെ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു നല്ല ഇടയനായി. പൗരോഹിത്യത്തിൻ്റെ 20-25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഹൃദ്യമായ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ വാഗ്മിയും പ്രഭാഷകനുമായ അമേരിക്കയിലെ അന്തരിച്ച ബിഷപ്പ് ഫുൾട്ടൻ ജേഷിയും പറഞ്ഞു വയ്ക്കുന്ന അനേകം ഉദ്ധാരണികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ബാബുച്ചനുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു, യു മസ്റ്റ് റിമെമ്പർ ടു ലവ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ് rather than to love things and to use people. അദ്ദേഹം വ്യക്തികളെയാണ് വസ്തുക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അതിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ് അദ്ദേഹം തുടങ്ങി വെച്ച അൾത്താരയിൽ ഒരു കുടുംബം, വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വേദനയിൽ പങ്കുചേരാൻ മരണം നടന്നു എന്നറിഞ്ഞു കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരെ സമാശ്വസിപ്പിക്കുകയും അവർ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതുപോലെ തന്നെ സഹാനുഭൂതിയോടെ ആവശ്യക്കാരിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ മാതാവിനോടുള്ള മനുഷ്യ സഹജമായ കാരുണ്യം, ഒപ്പം മാതാവിനുള്ള ഭക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങി വെച്ച കരുണ മാതാവിൻ്റെ നോവേന. പൗരോഹിത്യത്തിൻ്റെ 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും തുടർന്നും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ശക്തിയും അനുഗ്രഹവും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശ്വാസനിഷ്ഠകളും നിലപാടുകളിലെ നൈർമല്യവും അച്ഛനെ ഏവർക്കും
പ്രിയങ്കരനാക്കി. ആദ്യ ബലിയർപ്പണം തൊട്ടിന്നോളം വിശ്വാസ സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്കായി അവിരാമം അധ്വാനിച്ചു. ദൈവപരിപാലനയുടെ തൊട്ടറിവുകൾ, അനുഭവങ്ങൾ നിരവധിയാണ്. നിത്യരക്ഷയ്ക്കായി കാൽവരിയിൽ ഉയർന്ന കുരിശിനെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച ആത്മീയ ദൗത്യം. അൾത്താരയ്ക്ക് മുന്നിലെ പ്രാർത്ഥന ഇനിയുമേറെ മുന്നോട്ടു പോകുവാനുണ്ട്. വിഹുലമായ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറെയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ കുതിപ്പുകൾക്കും കിതപ്പുകൾക്കും ഒപ്പം നിൽക്കാൻ, നേർവഴി കാട്ടാൻ ആത്മനിറവിൽ അപ്പാടനച്ചൻ പ്രയാണം തുടരുന്നു. കാലം ചെയ്ത പരിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നൊരു കാര്യം ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധി ഒരു വ്യക്തിയാണ്, ആ വ്യക്തി ഈശോയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഈശോയിലേക്ക് പൗരോഹിത്യത്തിലൂടെ ഇനിയും വളരാനും ഏൽപ്പിച്ച ദൈവജനത്തിന് സ്വയം സമർപ്പിക്കുവാനും എല്ലാവിധ കൃപകളും ലഭിക്കുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ബാബു അപ്പാടനച്ചൻ. പ്രാർത്ഥനാശംസകളോടെ മുണ്ടൂരിലെ ഇടവക സമൂഹവും ഒപ്പം നിൽക്കുന്നു.